2 ദിവസങ്ങൾക്ക് മുമ്പാണ് കോഴിക്കോട് കോരപ്പുഴ പാലത്തിന് സമീപത്ത് വെച്ചുകൊണ്ട് നാഷണൽ ഹൈവേ ബൈപ്പാസിൽ ദാരുണമായ ഒരു വാഹനാപകടം നടന്നത്. ആ വാഹനാപകടത്തിൽ വെറും 18 വയസ്സ് മാത്രം പ്രായമുള്ള ഫർസീൻ അഹമ്മദ് എന്ന് പറയുന്ന ഒരു കുട്ടി മരണപ്പെടുകയുണ്ടായി. അത്തോളിയിലെ ഒരു സ്വകാര്യ ദന്താശുപത്രിയിൽ നിന്നും രാവിലെ 10:20 തിരികെ വീട്ടിലേക്ക് മടങ്ങുകയായിരുന്നു ഫർസീൻ. കോരപ്പുഴ പാലത്തിൻ്റെ പ്രവേശന കവാടത്തിൽ വെച്ച് അവൻ സഞ്ചരിച്ചിരുന്ന ബൈക്കിലേക്ക് ഒരു കാർ വന്നിടിക്കുകയാണ്. ബൈക്കിൽ നിന്നും തെറിച്ചു വീണ ഫർസീൻ്റെ മുകളിലൂടെ എതിർദിശയിൽ നിന്ന് വന്ന മറ്റൊരു കാറും കൂടി കയറിറങ്ങി പോകുന്നുണ്ട്. അതിൽ നിന്നും ആ ഒരു അപകടം എത്രത്തോളം ദാരുണമായ ഒരു അപകടമാണ് എന്ന് നമുക്ക് ചിന്തിച്ചാൽ മനസ്സിലാകും. ഇടിച്ചിട്ട് 2 കാറുകളും നിർത്തിയില്ല. അവന്മാർ 2 പേരും കടന്നു കളഞ്ഞു. അതിനുശേഷം അവിടെ സംഭവിച്ചത് അതിനേക്കാൾ മനുഷ്യത്വരഹിതമായ മറ്റൊരു കാഴ്ചയായിരുന്നു. 18 വയസ്സുള്ള ഫർസീൻ റോഡിൽ രക്തം വാർന്ന ജീവന് വേണ്ടി പിടഞ്ഞത് 1 മിനിറ്റല്ല, 2 മിനിറ്റല്ല, 20 മുതൽ 25 മിനിറ്റോളം സമയം വരെ അവനവിടെ കിടന്നു എന്നുള്ളതാണ്. ആ 25 മിനിറ്റിനുള്ളിൽ ആ വഴി എത്ര വാഹനങ്ങൾ കടന്നുപോയിട്ടുണ്ടാകും? ഏറ്റവും ചുരുങ്ങിയത് ഒരു 150-ലധികം വാഹനങ്ങളും 100 കണക്കിന് മനുഷ്യരും അതിലൂടെ കടന്നുപോയിട്ടുണ്ടാകും. എന്നാൽ ഒരൊറ്റൊരാൾ പോലും ആ വണ്ടി ഒന്ന് സൈഡാക്കി നിർത്താനോ ആ കുട്ടിയെ അവിടെ നിന്നും എടുത്ത് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാനോ ആരും മുന്നോട്ട് വന്നില്ല എന്നുള്ളതാണ്. ആരെങ്കിലും ഒരാൾ വന്ന് മനസ്സ് വെച്ചിരുന്നെങ്കിൽ, ഒരു 5 മിനിറ്റ് നേരത്തെ ആ കുഞ്ഞിനെ ആശുപത്രിയിൽ എത്തിച്ചിരുന്നുവെങ്കിൽ ഫർസീൻ ഇന്ന് ജീവനോടെ ഉണ്ടായേനെ. അവൻ്റെ ഉമ്മയുടെയും ഉപ്പയുടെയും അടുത്ത് അവൻ്റെ സ്വപ്നങ്ങളുമായി അവൻ ജീവിച്ചിരുന്നേനെ. പക്ഷേ എല്ലാവരും നോക്കി നിന്നു. ചിലർ മൊബൈൽ ഫോൺ എടുത്ത് ദൃശ്യങ്ങളൊക്കെ പകർത്തി. ബാക്കിയുള്ളവർ സ്വന്തം കാര്യങ്ങൾ നോക്കി വണ്ടി ഓടിച്ചു പോയി. റോഡിൽ ചോരയിൽ കുളിച്ച് കിടക്കുന്ന ആ 18-കാരൻ്റെ കണ്ണുകൾ സഹായത്തിനായി ചുറ്റുമുള്ള മനുഷ്യരെ തിരഞ്ഞിട്ടുണ്ടായിരിക്കും. അവന് സംസാരിക്കാൻ കഴിഞ്ഞിട്ടുണ്ടാകില്ല. പക്ഷെ അവൻ്റെ മനസ്സിൽ എന്നെ ആരെങ്കിലും ഒന്ന് രക്ഷിക്കില്ലേ എന്ന് ആഗ്രഹിച്ചിട്ടുണ്ടായിരിക്കും. ചില റിപ്പോർട്ടുകൾ പറയുന്നത് അവിടെ ആളുകൾ കൂടി നിന്നു എന്നും ചിലർ ഫോണിൽ വീഡിയോ എടുക്കാൻ ശ്രമിച്ചു എന്നൊക്കെയാണ്. എത്ര ദാരുണമായ ഒരവസ്ഥയാണിത്. ഒരു മനുഷ്യൻ ജീവന് വേണ്ടി പിടയുമ്പോൾ അവനൊരു തുള്ളി വെള്ളമോ അല്ലെങ്കിൽ ആശുപത്രിയിൽ എത്തിക്കാനുള്ള സഹായമോ നൽകുന്നതിന് പകരം സോഷ്യൽ മീഡിയയിലിടാൻ ക്യാമറയും പിടിച്ചു നിൽക്കുന്ന മനുഷ്യർ. അവസാനം അവിടെ ഉണ്ടായിരുന്ന ചില തൊഴിലാളികളും കുറച്ച് യാത്രക്കാരും ഇടപെട്ടാണ് ആംബുലൻസ് വിളിക്കുന്നത്. ആംബുലൻസ് എത്തി മെഡിക്കൽ കോളേജിൽ എത്തിക്കുമ്പോഴേക്കും സമയം വൈകിയിരുന്നു. ഉച്ചയോടെ ആ കുട്ടി മരണത്തിന് കീഴടങ്ങി. അമിതമായ രക്തസ്രാവമായിരുന്നു മരണകാരണം. അതായത് പരിക്ക് ഗുരുതരമായിരുന്നെങ്കിലും കൃത്യസമയത്ത് ആശുപത്രിയിൽ എത്തിച്ചിരുന്നുവെങ്കിൽ രക്തം വാർന്നു പോകുന്നത് തടയാനും ജീവൻ രക്ഷിക്കാനും സാധ്യതയുണ്ടായിരുന്നു. സോഷ്യൽ മീഡിയയിൽ ഒരു നിർധനൻ്റെ ചികിത്സയ്ക്ക് കോടികൾ മണിക്കൂറുകൾ കൊണ്ട് സമാഹരിക്കുന്ന നാടാണ് നമ്മുടേത്. ഫേസ്ബുക്കിലും ഇൻസ്റ്റഗ്രാമിലും നമ്മളൊക്കെ മനുഷ്യത്വത്തെക്കുറിച്ച് വാതോരാതെ സംസാരിക്കാറുണ്ട്. പക്ഷേ ആ പറച്ചിലുകൾ സോഷ്യൽ മീഡിയയിൽ മാത്രം ഒതുങ്ങിപ്പോവുകയാണ്. നോക്കൂ, ആ റോഡിൽ കിടന്നത് ഫർസീൻ അഹമ്മദ് എന്ന 18 വയസ്സുകാരനല്ല. പകരം നമ്മുടെ സ്വന്തം സഹോദരനോ മകനോ സുഹൃത്തോ ആയിരുന്നെങ്കിലോ? സ്വന്തം കൂടപ്പിറപ്പുകൾക്ക് അത് സംഭവിക്കുമ്പോഴേ ആ വേദന നമ്മൾ തിരിച്ചറിയൂ. ഒരു കുടുംബത്തിൻ്റെ ഒരേ ഒരു പ്രതീക്ഷയായിരുന്ന, നന്നായി പഠിക്കുന്ന, ഏവർക്കും പ്രിയപ്പെട്ടൊരു കുട്ടിയായിരുന്നു ഫർസീൻ അഹമ്മദ്. അവൻ്റെ ഉപ്പയുടെയും ഉമ്മയുടെയും കണ്ണീര് തുടയ്ക്കാൻ ഇനി ഈ ലോകത്ത് ഒന്നിനും കഴിയില്ല. എൻ്റെ മോനെ ആരെങ്കിലും ഒന്ന് ആശുപത്രിയിൽ എത്തിച്ചിരുന്നുവെങ്കിൽ അവൻ ജീവനോടെ ഉണ്ടാകുമായിരുന്നില്ലേ എന്ന ആ മാതാപിതാക്കളുടെ ചോദ്യത്തിന് മുന്നിൽ നമ്മൾ മലയാളികൾ തലകുനിക്കേണ്ടി വരും. ഒരു കുട്ടിക്കും ഇതുപോലെ ഒരു അവസ്ഥ ഉണ്ടാകരുത്. റോഡിൽ ഒരു അപകടമുണ്ടായാൽ കേസ് വരും, പൊല്ലാപ്പാകുമെന്നൊക്കെ ഭയന്നുകൊണ്ട് പലരും ഭയന്നുമടിച്ച് അതിൽ നിന്നും പിന്മാറാൻ ശ്രമിക്കാറുണ്ട്. അത്തരം ആളുകൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. അവിടെ ആ റോഡിൽ ജീവന് വേണ്ടി പിടയുന്നത് ഒരു മനുഷ്യ ജീവനാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കാതെ പോകരുത്. പിന്നെ കാണുന്ന ഒരു കാഴ്ചയാണ് എന്തെങ്കിലും ഒരു അപകടമുണ്ടായി കഴിഞ്ഞാൽ അവിടെ നിന്നും ക്യാമറ ദൃശ്യങ്ങൾ പകർത്തുന്ന ഒരു പ്രവണത. സ്വന്തം കുടുംബത്തിൽപ്പെട്ട ആരെങ്കിലുമാണ് ഇതുപോലെ റോഡിൽ അപകടത്തിൽപ്പെട്ട് രക്തം മാറുന്ന ഒലിച്ച് കിടക്കുന്നതെങ്കിൽ ഇവന്മാർ ഇതുപോലെ മൊബൈലും പിടിച്ച് അവിടേക്ക് പോകുമോ? ഒരിക്കലുമില്ല. ആ സന്ദർഭങ്ങളിൽ നിങ്ങളുടെ ഫോണുകളിലെ ക്യാമറകൾ ഉപയോഗിച്ചുകൊണ്ട് ദൃശ്യങ്ങൾ പകർത്തി അത് സോഷ്യൽ മീഡിയയിൽ ലൈക്ക് മേടിക്കാനുള്ള സമയമല്ല. ആ ഫോൺ ഉപയോഗിച്ച് ആദ്യം ചെയ്യേണ്ടത് 108 ആംബുലൻസിനെയോ അല്ലെങ്കിൽ തൊട്ടടുത്തുള്ള പോലീസിനെയോ വിളിക്കുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വാഹനം കൈകാട്ടി നിർത്തി ആളെ കയറ്റി ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുക എന്നുള്ളതാണ്. പിന്നെ തൻ്റെ വണ്ടിയിൽ ചോരയാകുമെന്ന് കരുതി അപകടത്തിൽപ്പെട്ട് കിടക്കുന്നവരെ കയറ്റാതെ പോകുന്ന ചില ആളുകളുണ്ട്. വണ്ടിയുടെ കവർ കഴുകിയെടുക്കാം, അല്ലെങ്കിൽ പുതിയത് വാങ്ങാം. പക്ഷെ പോയ ഒരു ജീവൻ തിരികെ കൊണ്ടുവരാൻ ലോകത്തിലെ ഒരു പണത്തിനും കഴിയില്ല എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. നാളെ നമ്മളിൽ ആർക്കും ഇതുപോലെ സംഭവിക്കാം. നമ്മൾ റോഡിലേക്ക് ഇറങ്ങുന്നവരാണ്. നമ്മുടെ പ്രിയപ്പെട്ടവരും ഇതുപോലെ റോഡിലേക്ക് ഇറങ്ങുന്നവരാണ്. അങ്ങനെ ഒരു അവസ്ഥയിൽ ലോകം മുഴുവൻ നമ്മളെ നോക്കി നിൽക്കുക മാത്രം ചെയ്താൽ ഉണ്ടാകുന്ന ആ ഒരു അവസ്ഥ ഒന്ന് ഓർത്തു നോക്കൂ. ഇനിയൊരു അപകടം ഉണ്ടായിക്കഴിഞ്ഞാൽ വണ്ടി നിർത്തി ഇറങ്ങാൻ ഒരു നിമിഷം പോലും മടിക്കരുത്. നിങ്ങളുടെ ആ ഒരു നിമിഷത്തെ ആ ഒരു തീരുമാനം ഒരുപക്ഷെ ഒരു കുടുംബത്തിൻ്റെ മുഴുവൻ കണ്ണീര് തുടച്ചേക്കാം, ഒരു ജീവൻ രക്ഷിച്ചേക്കാം. മനുഷ്യത്വവും നന്മയും സോഷ്യൽ മീഡിയയിലൂടെ വാതുരർ സംസാരിച്ചാൽ മാത്രം പോരാ. അത് സ്റ്റാറ്റസുകളായി പങ്കുവച്ചാൽ മാത്രം പോരാ.
നമ്മുടെ പ്രവർത്തനങ്ങളിലും ആ മനുഷ്യത്വം എന്നെന്നും ഉണ്ടാകണം. ഇതോടൊപ്പം മറ്റൊരു കാര്യം കൂടി പറയേണ്ടതുണ്ട്. ലോക മനസാക്ഷിയെ നടുക്കിയ, ഒരുപക്ഷെ ചരിത്രത്തിൽ ഇതുവരെ ആരും കേൾക്കാത്ത അത്രയും വേദന നിറഞ്ഞ ഒരു പെൺകുട്ടിയുടെ യാചന നാം കേട്ടത് കഴിഞ്ഞ 2024 ജനുവരിയിലായിരുന്നു. 5 വയസ്സ് മാത്രം പ്രായമുള്ള ഹിന്ദ് റജബ് എന്ന് പറയുന്ന ഫലസ്തീൻ പെൺകുട്ടി, എന്നെ ഇവിടെ നിന്ന് കൊണ്ടുപോകൂ, എനിക്ക് പേടിയാകുന്നു, ദയവായി വന്നുകൊണ്ട് എന്നെ രക്ഷിക്കൂ എന്ന് ഒരു ഫോൺ കോളിൻ്റെ അപ്പുറത്ത് നിന്ന് ജീവന് വേണ്ടി കേണപേക്ഷിച്ച 5 വയസ്സുകാരിയുടെ അശബ്ദം ഇന്നും നമ്മുടെ എല്ലാം കാതുകളിൽ മുഴങ്ങുന്നുണ്ട്. മാസങ്ങളോളം ആ കൊലപാതകത്തിൻ്റെ ഉത്തരവാദിത്തം തങ്ങളുടേതല്ലെന്ന് പറഞ്ഞ് ഒഴിഞ്ഞുമാറിയ ഇസ്രായേൽ സൈന്യം ഒടുവിൽ കുറ്റസമരം നടത്തിയിരിക്കുന്നു. ഹിന്ദ് റജബിനെയും കുടുംബത്തെയും വെടിവെച്ചു കൊന്നത് തങ്ങൾ തന്നെയാണെന്നൊടുവിൽ ഇസ്രായേൽ പ്രതിരോധ സേന സമ്മതിച്ചിരിക്കുന്നു. ഇസ്രായേലിൻ്റെ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെടാനായി ഹിന്ദ് റജബും കുടുംബവും കാറിൽ യാത്ര ചെയ്യുന്ന സമയത്താണ് അവർ സഞ്ചരിച്ചിരുന്ന കാറിന് നേരെ ക്രൂരന്മാരായ ഇസ്രായേൽ സൈന്യം യാതൊരു ദയവുമില്ലാതെ കാറിലേക്ക് വെടിയുതിർക്കുന്നത്. ആ ക്രൂരമായ ആക്രമണത്തിൽ കാറിലുണ്ടായിരുന്ന ഹിന്ദ് റജബിൻ്റെ കുടുംബാംഗങ്ങൾ എല്ലാവരും സംഭവസ്ഥലത്ത് വെച്ച് കൊല്ലപ്പെട്ടു. കാറിൽ അവശേഷിച്ചത് 5 വയസ്സുകാരി ഹിന്ദ് റജബ് മാത്രമായിരുന്നു. തൊട്ടടുത്ത് ചോരയിൽ കുളിച്ചു കിടക്കുന്ന സ്വന്തം ബന്ധുക്കളുടെ മൃതദേഹങ്ങൾക്കിടയിൽ ഭയന്ന് വിറച്ച ആ കുഞ്ഞ് കയ്യിലുണ്ടായിരുന്ന ഫോണെടുത്ത് സഹായത്തിനായി വിളിച്ചു. ഏകദേശം 3 മണിക്കൂറോളമാണ് ആ കുഞ്ഞ് ഫോണിലൂടെ സഹായത്തിനായി അപേക്ഷിച്ചുകൊണ്ടേയിരുന്നത്. ഒരു 5 വയസ്സുകാരി നേരിട്ട മാനസികാഘാതം നമുക്ക് സങ്കല്പിക്കാൻ പോലുമാകില്ല. ഈ ഫോൺ സംഭാഷണത്തിൻ്റെ ഓഡിയോ റെക്കോർഡിംഗ് പിന്നീട് ഫലസ്തീൻ റെഡ് ക്രസൻറ്റ് പുറത്തുവിട്ടിരുന്നു. ആ ശബ്ദരേഖ കേട്ട് ലോകം മുഴുവൻ വിറങ്ങലിച്ചു പോയി. ആ 5 വയസ്സുകാരെ രക്ഷിക്കാൻ പോയ ആംബുലൻസിന് നേരെയും ഇസ്രായേൽ സൈന്യം ആക്രമണം നടത്തി. അതിലുണ്ടായിരുന്ന 2 പേരെയും സംഭവസ്ഥലത്ത് വെച്ച് നരാധവന്മാരായ ആ ഇസ്രായേൽ സൈന്യം കൊലപ്പെടുത്തി. തങ്ങളല്ല ഈ ആക്രമണം നടത്തിയത് എന്നായിരുന്നു നരാധവന്മാരായ ഇസ്രായേൽ സൈന്യം ആദ്യം പറഞ്ഞു വെച്ചത്. ഇപ്പോൾ ആഗോളതലത്തിൽ വൻ സമ്മർദ്ദവും നിഷേധിക്കാൻ കഴിയാത്ത തെളിവുകളുമൊക്കെ ഉയർന്നു വന്നതോടുകൂടി ഒടുവിൽ സംഭവം നടന്ന് 2 വർഷങ്ങൾക്ക് ശേഷം ആ കൊടും ക്രൂരത ചെയ്തത് തങ്ങൾ തന്നെയാണെന്ന് ആ നരാധവന്മാർ ഒടുവിൽ സമ്മതിക്കുകയാണ്. കാലം കണക്ക് ചോദിക്കാതെ ഒരിക്കലും കടന്നുപോകില്ല. ഈ ചെയ്തു കൂട്ടുന്ന ഈ ക്രൂരതകൾക്കെല്ലാം ഒരു നാൾ എണ്ണി എണ്ണി മറുപടി പറയേണ്ടി വരും. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഹിന്ദ് റജബിനെ കൊലപ്പെടുത്തിയ കൂട്ടത്തിലെ ഒരു ഇസ്രായേൽ സൈനികൻ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഒരു ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്.